പല്ലിനെ കൊല്ലാൻ പറ്റുമോ എന്നൊക്കെ സംശയം ചോദിക്കാറുണ്ടല്ലോ അല്ലേ ആളുകള്. പല്ലിയെ അത് കൊല്ലൽ സുന്നത്താണെന്നാ സ്വഹീഹ് ബുഖാരിയിലെ ഹദീസാണത്. അതിനെ സംബന്ധിച്ച് അതിന്റെ പല്ലിയുടെ ശരീരത്തിൽ നിന്നുണ്ടാകുന്ന വളരെ കടുപ്പമേറിയ പോയിസൺ, ഒരു നിലക്കും നശിപ്പിച്ചു കളയാൻ കഴിയാത്ത വിധമുള്ള പോയിസൺ ഉള്ള ഒരു ജീവിയാണ് ഈ പല്ലി എന്ന് പറയുന്നത്. അബ്ദുദ്ദായിം അൽ കഹീൽ അദ്ദേഹത്തിന്റെ ഇപ്പോ ജീവിച്ചിരിപ്പുള്ള പ്രഗത്ഭനായ ഒരു ഖുർആൻ പണ്ഡിതനാണ് അബ്ദുദ്ദായിം അൽ കഹീൽ. അദ്ദേഹം ഇഅ്ജാസുൽ ഖുർആൻ ചർച്ച ചെയ്യുന്ന ആളാണ്. ഖുർആൻ എന്തുകൊണ്ട് മഹാത്ഭുതമാണ് ഒരു പല്ലിയെ കൊല്ലുന്നതിന്റെ അതിന്റെ യുക്തിയെ സംബന്ധിച്ച് പറയുന്ന ഒരു ക്ലിപ്പ് വന്നിട്ടുണ്ടായിരുന്നു. വളരെ പോയിസണസ് ആണെന്നാണ്. അപ്പോ അത് കൊല്ലപ്പെടേണ്ടത് അല്ലാഹു തആല സൃഷ്ടിച്ച ജീവികളിൽ അങ്ങനെയുണ്ട്. അങ്ങനെയാണ് പാമ്പിനെ പടച്ചം പടച്ചത് തന്നെയാണ്. പക്ഷെ ഉപദ്രവകാരിയായവൻ എന്ത് ചെയ്യണം? കൊല്ലണം. അപ്പൊ പല്ലിയെ കൊല്ലണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ ആ തീയിലേക്ക് എറിയപ്പെടുന്ന സംഭവം ഉണ്ടായതിൽ എല്ലാ ജീവജാലങ്ങളും അതിനെ ഊതിക്കെടുത്താൻ വേണ്ടി ശ്രമിച്ചു. പക്ഷേ പല്ലി അതിനെ ഊതി വീർപ്പിക്കാൻ, അവിടെ തീ ഉണ്ടാവാനുള്ള പണിയെടുത്തിട്ടുണ്ട് എന്ന് സ്വാദിഖും മസ്ദൂഖുമായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. തങ്ങൾ വലിയ റഹ്മത്തുള്ള ആളാണ് നബി തങ്ങൾ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒന്നിനെയും അപായപ്പെടുത്തലോ കൊല്ലലോ നബി തങ്ങൾക്ക് ഇഷ്ടമല്ല. പക്ഷെ വഹി വന്നാൽ അള്ളാഹു നബി ഞങ്ങൾക്ക് ഇവരെ അറിയിച്ചു കൊടുത്താൽ അത് നമ്മൾ അറിയിക്കൽ നബിയുടെ ബാധ്യതയാണ്. അതുകൊണ്ട് തങ്ങൾ ആ വിഷയം നമുക്ക് പറഞ്ഞു തന്നു. അതിന്റെ ഹിക്മത്ത് അല്ലാഹു അഅലം. ഖദീജ ബീവി ആയിഷ ബീവി റളിയല്ലാഹു തആല അൻഹയുടെ വീട്ടിൽ തന്നെ ആയിഷ ബീവിയുടെ വീട്ടിൽ ഒരു കുന്തങ്ങനെ ചാരി വെച്ചിരുന്നു. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ ഇമാം അഹ്മദ് എന്നവരുടെ മുസ്നദിലുള്ള ഹദീസാണ്. അവര് പെണ്ണ് വന്നു, ദഖലത്ത് അലാ ആയിഷ റളിയല്ലാഹു അൻഹ ഫഇദാ റുംഹുൻ മൻസൂബുൻ, ഒരു കുന്തങ്ങനെ ചാരി വെച്ചിട്ടുണ്ട്. അപ്പൊ ആ സ്ത്രീ ചോദിച്ചു, ആയിഷ ബീവി എന്തിനാ വീടിനുള്ളിൽ കുന്തം വെച്ചിരിക്കുന്നത്? ഫഖാലത്ത്, ബീവി പറഞ്ഞു, നഖ്തുലു ബിഹിൽ ഔസാഖ്, ഞങ്ങൾ ഇതുകൊണ്ട് പല്ലികളെ കൊല്ലാറുണ്ട്. എന്നിട്ട് ബീവി പറഞ്ഞു, ഹദ്ദസത് അൻ റസൂലില്ലാ, അല്ലാഹുവിന്റെ റസൂലിന്റെ ഹദീസ് പറഞ്ഞു കൊടുത്തു, അന്ന ഇബ്രാഹിം അലൈഹിസ്സലാം ലമ്മാ ഉൽഖിയ ഫിന്നാർ, കിടപ്പെട്ടപ്പോ ജഅലത്തിദ് ദവാബു കുല്ലുഹാ തുത്ഫിഉ അൻഹു ഇല്ലൽ വസഖ്, എല്ലാ ജീവജാലങ്ങളും ആ തീയൊന്ന് കടണേ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തു. ഇല്ലൽ വസഖ്, പല്ലിയൊഴികെ. ഫഇന്നഹു ജഅല യൻഫഖുഹാ അലൈഹി, അത് ആ തീ കത്തിക്കാൻ സഹായിക്കുകയായിരുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. സ്വഹീഹുൽ ബുഖാരിയിൽ വന്ന ഹദീസുണ്ട്. ഖാല അൽ ബുഖാരി ഹദ്ദസനാ ഉബൈദുല്ലാഹി ഇബ്നു മൂസ ابن سلام عن أنبأنا ابن جريج عن عبد الحميد بن جبير عن سعيد بن المسيب عن أم شريك أن رسول الله صلى الله عليه وسلم من بخاري الحديث نبي دنگل أمر بقتل الوزغ പല്ലികളെ കൊല്ലണമെന്ന് നബി തങ്ങൾ കൽപ്പിച്ചിട്ടുണ്ട്. വഖാൽ, നബി തങ്ങൾ പറഞ്ഞു, കാന യൻഫുഖു അലാ ഇബ്രാഹിം, ഇത് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിന്റെ തീ കത്തിക്കാൻ സഹായിച്ച ഒരു ജീവിയാണ്.